തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. തൊടുപുഴ പോലീസിന് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലവ് ജിഹാദിലൂടെ കേരളത്തിൽ മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികൾ നമുക്ക് നഷ്ടമായി എന്നായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. വർഗീയ പരാമർശങ്ങൾ നടത്തി 2 കേസുകളിൽ കോടതിയലക്ഷ്യം നേരിടുന്ന സമയത്താണ് പി.സി. ജോർജ് വീണ്ടും വർഗീയ പരാമർശം നടത്തി വിവാദത്തിലായത്. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് RSS സഹയാത്രികനായ അജിത് കൃഷ്ണൻ സെക്രട്ടറിയായ HRDS ഇന്ത്യ തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പി.സി. ജോർജ് മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ നടത്തിയത്. പി.സി. ജോർജിനെയും സന്നദ്ധ സംഘടനയായ HRDSന്റെ സെക്രട്ടറിയെയും പ്രതിയാക്കി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് അന്ന് യൂത്ത് കോൺഗ്രസ് പരാതി നൽകി. സമാന പരാമർശങ്ങൾ നടത്തിയതിന് നേരത്തെയും പി.സി. ജോർജിനെതിരെ കേസെടുത്തതാണ്. എന്നാൽ കൃത്യമായ ശിക്ഷ നൽകാത്തതുകൊണ്ടാണ് പി.സി. ജോർജ് തുടർച്ചയായി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് കോടതിയെ സമീപിച്ചത്. ഇതോടെയാണ് കോടതി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികളെ ലവ് ജിഹാദിൽ നഷ്ടപ്പെട്ടുവെന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. അതിൽ 41 പേരെ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെൺകുട്ടികളെ 24 വയസ്സിന് മുൻപ് കെട്ടിച്ചയക്കണമെന്നുമായിരുന്നു പി.സി. ജോർജ് പറഞ്ഞത്. കേരളത്തിൽ ഒരു കേസ് പോലും ലവ് ജിഹാദിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാത്തിടത്താണ് പി.സി. ജോർജ് കള്ളം മനഃപൂർവ്വം പ്രചരിപ്പിക്കുന്നത് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പരാതി. എല്ലാ മതസ്ഥരും ഐക്യത്തോടെ കഴിയുന്ന കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കുകയും മനഃപൂർവ്വം കലാപം സൃഷ്ടിക്കുകയും ഒരു മതവിഭാഗത്തെ കള്ളപ്രചരണങ്ങളിലൂടെ ഒറ്റപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ജോർജിനെതിരെ 153A, 295A, 298, 505 വകുപ്പുകൾ ചേർത്ത് കേസെടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് തൊടുപുഴ പോലീസിൽ ആദ്യം പരാതി നൽകിയത്. നേരത്തെ BJP നേതാവ് പി.സി. ജോർജ് ജാമ്യവ്യവസ്ഥകൾ നിരന്തരം ലംഘിക്കുന്നുവെന്നും ഇത് ഏറെ ഗൗരവമുള്ള വിഷയമാണ് എന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. പ്രകോപനമുണ്ടായപ്പോഴാണ് അധിക്ഷേപ പ്രയോഗം നടത്തിയത് എന്ന വാദം ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതികളും നൽകിയ ഉത്തരവുകൾ തുടർച്ചയായി ലംഘിക്കുന്നതിന് ന്യായീകരണമല്ല. സമാന കേസിൽ മുൻപ് ജാമ്യം അനുവദിച്ചപ്പോൾ പ്രസ്താവനകളിൽ നിന്ന് ജാഗ്രത വേണമെന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരുന്നതാണ്. എന്നാൽ അതടക്കം ഉത്തരവുകൾ നിരന്തരം ലംഘിക്കുകയാണ് എന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വാക്കാൽ മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെ പറഞ്ഞിരുന്നു. നേരത്തെ ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശത്തിന്റെ പേരിലായിരുന്നു പി.സി. ജോർജിനെതിരെ കേസെടുത്തത്. കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പി.സി. ജോർജ് ചികിത്സയ്ക്ക് പോയി. പിന്നാലെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി പി.സിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. ഇതിനുശേഷവും പി.സി. ജോർജ് വർഗീയ പരാമർശങ്ങൾ തുടർന്നു. 2022 ഏപ്രിൽ 29-ന് പി.സി. ജോർജ് നടത്തിയ വർഗീയ പരാമർശങ്ങൾ വ്യാപക വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. തിരുവനന്തപുരത്ത് നടത്തിയ ഹിന്ദു മഹാപരിഷത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അന്ന് പി.സി. ജോർജ് വർഗീയ പരാമർശങ്ങൾ നടത്തിയത്. തുടർന്ന് മതവിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ പി.സി. ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തു. DGP അനിൽ ഗാന്ധിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. 153A വകുപ്പ് പ്രകാരമായിരുന്നു അന്ന് കേസ്. 2022 മെയ് 1-ന് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത ദിവസം ജാമ്യം ലഭിച്ചതോടെ പുറത്തിറങ്ങി. വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കരുത് എന്ന ഉപാധികളോടെയായിരുന്നു ജാമ്യം. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പാലാരിവട്ടത്ത് വീണ്ടും സമാനമായ രീതിയിൽ പി.സി. ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തി. ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നുവെന്നാരോപിച്ച് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം റദ്ദാക്കിയതോടെ പി.സി. ജോർജ് വീണ്ടും അറസ്റ്റിലായി. പിന്നീട് കർശന ജാമ്യ വ്യവസ്ഥകളോടെ വീണ്ടും ജാമ്യം ലഭിച്ചു. ഇതിനിടയിൽ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങിനിടെ വിദ്വേഷ പ്രസംഗം നടത്തിയതിനും പി.സി. ജോർജിനെതിരെ കേസെടുത്തു. ഇതിലും പി.സി. ജോർജ് മുൻകൂർ ജാമ്യം നേടി. 2023 നവംബറിലും പി.സി. ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നു. തിരുവല്ലയിൽ നടന്ന ഹമാസ് ഭീകരർക്കെതിരെ ജനകീയ കൂട്ടായ്മ എന്ന പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഈ പരാമർശം. 2060ഓടെ ഇന്ത്യ പിടിച്ചെടുക്കുമെന്ന അഹങ്കാരത്തിലാണ് മുസ്ലിം ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ കുറയുകയാണ്. ഹിന്ദു ക്രിസ്ത്യൻ സമുദായത്തിലെ സ്ത്രീകൾ പ്രസവിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ മുസ്ലിം സ്ത്രീകൾ 8ഉം 10ഉം പ്രസവിച്ചിട്ടും ഇനിയും എന്ന് പറഞ്ഞു നിൽക്കുകയാണ് തുടങ്ങിയവയായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. ഹിന്ദു മുസ്ലിം ജനസംഖ്യ വിശകലനം ചെയ്തായിരുന്നു അന്ന് പി.സി. ജോർജിന്റെ വിദ്വേഷ പ്രസംഗം.
പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിനുശേഷം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ BJPയുടെ തോൽവിക്ക് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്ന് PC ജോർജ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ത്യ രാജ്യത്തെ വിഭജിച്ച് പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ഫണ്ടമെന്റലിസ്റ്റുകളുടെ വോട്ട് വാങ്ങിയാണ് രാഹുൽ ജയിച്ചത് എന്നും PC ജോർജ് പറഞ്ഞിരുന്നു. PV അൻവർ ഉൾപ്പെടെയുള്ളവരുടെ മതം എടുത്തു കാണിച്ചും PC ജോർജ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. വർഗീയ പരാമർശങ്ങൾക്കൊപ്പം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും PC ജോർജിനെ പലപ്പോഴും വെട്ടിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ജോർജ് മാപ്പ് പറയുകയും ചെയ്തു. ഇതിനിടയിലാണ് PC ജോർജിനെതിരെ പുതിയ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.